പാപിയുടെ കൂടെ ചേർന്ന് പാപികളായ ശിവന്മാർ ഒന്നല്ല മൂന്നായി. ശിവശങ്കരൻ, ഇ.പി. അജിത് കുമാർ ഇവരൊക്കെ മുഖ്യനു വേണ്ടി ബലിയാടായവരാണ്. മുഖ്യനായിരുന്ന് ദേശദ്രോഹപരമായ ഇടപാടുകൾ വരെ നടത്തി രക്ഷപ്പെടാൻ RSSന്റെ കാലുപിടിക്കുന്നു. CPMന് ഇനി പേടിക്കാനില്ല. വിപ്ലവത്തിന്റെ പുത്തൻ നക്ഷത്രമായി PV അൻവർ എന്ന ഏറനാടൻ മലനിരകളിൽ ഉദിച്ചുയർന്നു കഴിഞ്ഞു. ശരിക്കും പത്തരമാറ്റിൽ പുതുപുത്തൻ PV. കരിമണൽ കാലത്ത് സംഭാവന കടലാസിൽ പേര് പതിഞ്ഞത് മുതൽ ഒറിജിനൽ പിറവയ്ക്ക് പാർട്ടിയിലും പുറത്തും ശത്രുക്കൾ കൂടി വരികയാണെന്ന് ശ്രുതിയുണ്ടായിരുന്നു. പാത്തും പതുങ്ങിയും പത്തിമടക്കിയും അവരെല്ലാം ഈ രണ്ടാം PVയോട് ഉദയത്തിന് കാത്തിരിക്കുകയായിരുന്നെന്ന് ആരറിഞ്ഞു. പാർട്ടിയുടെ സൈബർ ലോകം രക്ഷകനെ തിരിച്ചറിഞ്ഞ് ആർപ്പുവിളി തുടങ്ങിക്കഴിഞ്ഞു. ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ പുതിയ PVയുടെ ഉശിരും പഴയ PVയുടെ ക്ഷീണവുമാണ് ചർച്ചയെന്നും കേൾക്കുന്നു. അൻവർ മുതലാളി തുറന്നുവിട്ട വിപ്ലവ വീര്യം തടയണ മുറിഞ്ഞതുപോലെയാണ് സഖാക്കളുടെ ഞരമ്പുകളിൽ ഇരമ്പി പടരുന്നത് പോലും. മുഖ്യമന്ത്രി സ്ഥാനം പിണറായി വിജയൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതൊന്നുമല്ല, പാർട്ടി ഏൽപ്പിച്ചതാണ് എന്നാണ് കക്ഷിയുടെ പീരങ്കി വെടി. ആഭ്യന്തരത്തിൽ അത്രയും ഏഭ്യന്മാരാണെന്നും മൂക്കിന് താഴെ നടക്കുന്നതൊന്നും ഹെഡ് മാസ്റ്റർ അറിയുന്നില്ലെന്നും പറയാതെ പറയുമ്പോഴും ഉന്നം പിണറായിയുടെ ഓഫീസ് തന്നെ. താൻ പറയുന്നത് ലക്ഷോപലക്ഷം സഖാക്കളുടെ വികാരമാണെന്നും അവർ തിരുത്തിക്കുമെന്നും തന്നെ കീഴടക്കാമെന്നാരും കരുതണ്ട എന്നും വിരട്ടുകയാണ് പാർട്ടി അംഗം പോലുമല്ലാത്ത പുത്തൻ കൂറ്റുകാരൻ. കമാന്ന് മറുപടി പറയാൻ പേടിച്ച് വാപൊത്തി ഓച്ചാനിച്ച് നിൽക്കുകയാണ് പതിറ്റാണ്ടുകളുടെ വിപ്ലവ ജടമൂടിയ കമ്മ്യൂണിസ്റ്റ് ചിഹ്നങ്ങൾ. അത്രത്തോളം അൻവറിന്റെ വിജയം കാണാതെ വയ്യ. EMS AKG സുന്ദരയ്യ സിന്ദാബാദ് എന്നാണ് കേട്ടു ശീലിച്ച മുദ്രാവാക്യം. EMS AKG ഗൗരിയമ്മ സിന്ദാബാദ് എന്ന് വിളിച്ചാണ് താൻ രാഷ്ട്രീയം തുടങ്ങിയതെന്ന് MA ബേബി പറഞ്ഞിട്ടുണ്ട്. ഒറിജിനൽ PV പാടുപെട്ട് കെട്ടിപ്പൊക്കിക്കൊണ്ടുവരുന്ന നവകേരളത്തിലെ വിപ്ലവ ബേബികൾക്ക് EMS AKG PV അൻവർ സിന്ദാബാദ് എന്ന് വിളിക്കാനാണോ വിധിയെന്ന് ആർക്കറിയാം. ഇരുട്ടത്ത് കിട്ടിയ കമ്പിളിക്കെട്ടിൽ തണുപ്പ് സഹിക്കാനാവാതെ കെട്ടിപ്പിടിച്ച വിദ്വാന്റെ കഥ കേട്ടിട്ടുണ്ട്. കുടഞ്ഞെറിഞ്ഞിട്ടും വിട്ടുപോകാതെ വന്നപ്പോഴാണ് കരടിയാണെന്ന് പിടികിട്ടിയത്. നിലമ്പൂരിലെ മഞ്ഞിൽ പാർട്ടി അബദ്ധത്തിൽ കെട്ടിപ്പിടിച്ച കമ്പിളിക്കെട്ടായിരുന്നു എന്ന് സംശയിക്കുന്നവരുമുണ്ട് സഖാക്കളിൽ. പുറത്തു പറയാൻ ധൈര്യമില്ലെന്ന് മാത്രം. ശക്തി കിട്ടുന്ന സപ്ലൈ ലൈൻ ആദ്യം മുറിച്ചിട്ട് എതിരാളിയെ ആക്രമിക്കുന്നതാണ് തന്റെ യുദ്ധമുറയെന്ന് അൻവർ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. CPM ബ്രാഞ്ച് സമ്മേളനം തുടങ്ങുന്ന ദിവസം തന്നെ വെടിപൊട്ടിച്ചതൊന്നും കാണാതെയല്ലെന്നർത്ഥം. ലാഭമുള്ള ഏത് കച്ചവടത്തിലും കൈവയ്ക്കുന്ന ആളെന്നാണ് അൻവറിനെ അടുത്തറിയുന്നവർ പറയാറ്. വിശ്വാസ്യതയുടെ കാര്യത്തിൽ ആയുഷ്കാലത്ത് തനിക്ക് നഷ്ടം സംഭവിക്കില്ലെന്ന് അൻവറിന് നല്ല ഉറപ്പുണ്ട്. കേരളത്തിലെ മേഘങ്ങൾ കൊണ്ടാണ് ജപ്പാൻ മഴ പെയ്യ്ക്കുന്നതെന്ന് കണ്ടെത്തിയ വീരനാണ് VD സതീശൻ. 150 കോടി രൂപ മീൻവണ്ടിയിൽ കടത്തിയെന്നും ലോക്സഭാ ഇലക്ഷനിൽ 16 സീറ്റ് വരെ LDFന് ഉറപ്പാണെന്നും പറഞ്ഞിട്ടുള്ള വിദ്വാനാണ്. എന്നിട്ടും പാർട്ടിക്കും ഭരണത്തിനും മുഖ്യമന്ത്രിക്കുമെതിരെ അൻവർ പറഞ്ഞതെല്ലാം സത്യമായിരിക്കുമെന്ന് കണ്ണുമടച്ച് പാർട്ടി അണികൾ തന്നെ പ്രചരിപ്പിക്കുമ്പോൾ പിണറായി ആരെയും സംശയിക്കണം, പേടിക്കണം. യഥാർത്ഥ പോരാളിമാരും ആർമികളും മുഖംമൂടിയിട്ട് പിന്നിലുണ്ട്. SP-യുടെ ഫോൺ റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ടത് അൻവറിന്റെ കൃത്യമായ സന്ദേശമാണ്. സാക്ഷാൽ PV മുതൽ P ശശി വരെ ആരുടെ സംസാരവും തന്റെ കയ്യിലുണ്ടെന്ന ഭീഷണി പണ്ട് അൻവറെ എന്ന് തോളിൽ കൈയിട്ട് വിളിച്ചിരുന്ന മൂത്ത സഖാക്കൾ പോലും ഇതിനുശേഷം അമ്പൂക്ക എന്ന് മുഴുവൻ വിളിക്കാറില്ല പോലും. പേടിച്ചിട്ടാവണം. പുലി പോലെ പോയി പിണറായിയെ കണ്ടിറങ്ങി എലി പോലെയാണ് അൻവർ മടങ്ങിയതെന്ന് കരുതുന്നവരുമുണ്ട്. നടന്നത് വെറും കൊട്ടാര വിപ്ലവമാണെന്ന് ആക്ഷേപിച്ചവരുമുണ്ട്. എലി അത്ര മോശം കക്ഷിയല്ലെന്നും കുടിലിലാണോ കൊട്ടാരത്തിലാണോ വിപ്ലവം നടക്കുകയെന്ന് നമുക്ക് കാണാമെന്നുമാണ് അൻവറിന്റെ മറുപടി. തുരപ്പനെലികളാണ് മണ്ണിനടിയിലെ സുൽത്താൻമാർ. അടിത്തറ തന്നെ മാന്തികളയും. ഏത് കൊട്ടാരവും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴും. കിരീടവും ചെങ്കോലും എന്തിന് രാജാവ് പോലും ബാക്കിയുണ്ടാവണമെന്നില്ല. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ശുദ്ധ മനസ്കനായതുകൊണ്ടാണ് ആരിഫ് മുഹമ്മദ് ഖാനെ കേരളത്തിലെ ഗവർണർ സ്ഥാനത്ത് തുടരണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹം പൊതുവേദിയിൽ പറഞ്ഞത്. നേർരേഖയിൽ കാര്യങ്ങൾ കാണുന്ന എല്ലാ കോൺഗ്രസ്സുകാർക്കും അത് തന്നെയാണ് ആഗ്രഹമെന്ന് ആർക്കാണ് അറിയാത്തത്? സംസ്ഥാന സർക്കാരിനെതിരെ ഏറ്റവും നല്ല ഒളിയുദ്ധം നടത്തുന്ന ഒരാളിനെ എങ്ങനെ മനസ്സുകൊണ്ട് തള്ളിപ്പറയുമെന്നേ തിരുവഞ്ചൂർ ആലോചിച്ചിരുന്നുള്ളൂ. കോൺഗ്രസിനോ UDFനോ സർക്കാരിനെതിരെ സമരം നടത്തണമെങ്കിൽ എന്തെല്ലാമാണ് പൊല്ലാപ്പ്. വണ്ടിയും വെള്ളവും ആളിനെയും ഒപ്പിച്ച് തിരുവനന്തപുരത്തോ ജില്ലാ ആസ്ഥാനത്തോ എത്തണം. പിന്നെ ജലപീരങ്കിയായി, ലാത്തി കൊണ്ട് തലക്കടിയായി, ആശുപത്രി കേസ്, മാനഹാനിയില്ലെങ്കിലും ധനനഷ്ടം ഉറപ്പ്. സർവത്ര പൊല്ലാപ്പാണ്. ഇതിപ്പോ പണച്ചെലവില്ലാതെ കൊട്ടേഷൻ ഏറ്റെടുത്ത മാതിരിയുള്ള സൗകര്യമാണ്. സർക്കാരിനെ ഗവർണർ വെള്ളം കുടിപ്പിക്കുമ്പോൾ വെറുതെ കളി കണ്ടുകൊണ്ടിരുന്നാൽ മതി. വേതാളത്തെ തോളിൽ ചുമക്കുന്ന വിക്രമാദിത്യന്റെ ഗതികേടാണ് സർക്കാരിന്. തോളിലിരുന്ന് ചെവി തിന്നുന്ന ആളിന്റെ സുഖവും സുരക്ഷയും നോക്കേണ്ട ഗതികേട്. നടുറോഡിൽ ചാനലുകൾ ലൈവായി കണ്ടുകൊണ്ടിരിക്കെ ബ്ലഡി ക്രിമിനൽസ് എന്ന് വിളിച്ച് SFIക്കാരെ ആരിഫ് മുഹമ്മദ് ഖാൻ നേരിട്ട ഒരൊറ്റ കാഴ്ച മതി.
മറ്റെല്ലാ പക്ഷിക്കും ചിലയ്ക്കാം, പശവന് മാത്രം പറ്റില്ല എന്നൊരു ചൊല്ല് നാട്ടിൻപുറത്തുണ്ട്. പശവൻ കിളി മുറ്റത്തിരുന്ന് ചിലച്ചാൽ വീട്ടിൽ വഴക്കുണ്ടാകും പോലും. ഉടനെ കല്ലെടുത്തെറിഞ്ഞ് ഓടിക്കും. അതേ ഗതികേടായിരുന്നു EP ജയരാജനും. പിണറായി വിജയൻ തൊട്ട് ADGP MR അജിത് കുമാർ വരെയുള്ളവർക്ക്, പ്രകാശ് ജാവദേക്കർ തൊട്ട് റാം മാധവ് വരെയുള്ള BJP RSS നേതാക്കളെ തോന്നും പോലെ കാണാം. ആർക്കും പരാതിയില്ല, നടപടിയുമില്ല. എന്നാലോ EP കണ്ടപ്പോൾ ഇതിലും വലിയ ക്രിമിനൽ കുറ്റം ഇല്ലെന്നായി. ആകെയുണ്ടായിരുന്ന മുന്നണി കൺവീനർ സ്ഥാനത്തു നിന്നും കണ്ണീരും കൈയുമായി ഇറക്കിവിട്ടു. മണ്ണിലും മിണ്ണിലും വരെ നിഴൽ പോലെ കൂടെ നിന്നിട്ടും പിണറായി പോലും ഒരു കൈ സഹായിച്ചില്ല. പുലി പതുങ്ങുന്നത് കുതിക്കാനാണെന്ന് പറയാറുണ്ട്. EP-യും പതുങ്ങിയിരിപ്പാണ്. കുതിക്കാൻ ഊർജമുണ്ടോ എന്നറിയില്ല. ഉടൻ പുസ്തകം എഴുതും എന്നേ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ. അത്യാവശ്യം പേടി തട്ടാൻ അത് തന്നെ ധാരാളം. എന്തായാലും ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലുമെന്ന് പറയിപ്പിക്കാൻ EP ഇടവരുത്തുമെന്ന് കരുതാറായിട്ടില്ല. 10-30,000 ബ്രാഞ്ച് സമ്മേളനത്തിന് മുമ്പ് തന്നെ ഒഴിവാക്കി നല്ലപിള്ള ചമയാൻ പാർട്ടി നടത്തിയ ശ്രമം തലവഴി ചാണകമൊഴിച്ച് അൻവർ കുളമാക്കിയത് മാത്രമാവും ഈ ദുഃഖകാലത്തും EP-ക്ക് ആകെ ഉൾക്കുളിർ നൽകുന്നത്. തന്നേക്കാൾ ജൂനിയറായ അബ്ദുള്ളക്കുട്ടി ദേശീയ ഉപാധ്യക്ഷൻ ആയിരിക്കുന്നത് കൊണ്ടാണ് BJP-യിലേക്ക് പോകാൻ EP മടിക്കുന്നതെന്ന് ചില മണ്ടന്മാർ പറയുന്നുണ്ട്. വിവരക്കേടാണ്. തന്നേക്കാൾ ജൂനിയറായ MV ഗോവിന്ദിന്റെ കീഴിൽ അച്ചടക്കത്തോടെ ഇരുന്ന് നല്ല പരിശീലനം കിട്ടിയിട്ടുണ്ട് EP-ക്ക്. ക്ലിഫ് ഹൗസ് ഉളപ്പിലെ റോഡുകൾ സാധാരണയിലും ഇരട്ടിക്കണത്തിൽ ടാർ ചെയ്യുന്നു. മുഖ്യമന്ത്രിക്ക് വകുപ്പുകളുടെ അമിത ഭാരമാണെന്ന് പറയുന്നത് വെറുതെയല്ല.